എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോക്ലേറ്റ് സാൻഡ്വിച്ച് ആണ്. അപ്പോൾ അത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന സാൻഡ്വിച്ച് ആയിരിക്കും. നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സാൻഡ്വിച്ചാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം 1 ടേബിൾ സ്പൂൺ ബട്ടർ ആയാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യൊന്ന് മെൽട്ടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 പീസ് ബ്രെഡ് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം നമുക്ക് 2 എണ്ണം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ഡയറി മിൽക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് പഴം ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോബസ്റ്റ പഴമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നേന്ത്രപ്പഴം നുറുക്കിയതായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവും നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേറൊരു ബ്രെഡ് പീസ് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ക്രിസ്പായിട്ട് നമുക്കത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ക്രിസ്പ് ആക്കണ്ടെന്നുണ്ടെങ്കിൽ 1 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ അതവിടെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിന് തിരിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നതിന് ശേഷം വീണ്ടും നമുക്കൊരു 2 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതവിടെ ഒരു 2 മിനിറ്റ് വീണ്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്രിസ്പായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാ ബ്രെഡ് പീസും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാവരും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള ചോക്ലേറ്റ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ചൂടോടുകൂടി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണിത്. നമ്മൾ ആ ചൂടാക്കി എടുത്തുകൊണ്ട് തന്നെ ഇതിനകത്ത് ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ പഴമൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഡയറി മിൽക്ക് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്